ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഗോസസ് ലോയാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യുക. ആ ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിൽ പ്ലസ് ക്യൂ ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പ്ലസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈ ക്ലോസ്ഡ് സർഫസിലൂടെ റേഡിയലി ഔട്ട്വേർഡ് ആയിട്ട് കടന്നു പോകും. അങ്ങനെ കടന്നു പോകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജിന്റെ 1/ε0 ടൈംസ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് the total charge enclosed by the surface. Equation ആയിട്ട് എഴുതിയാൽ phi is equal to integral vector E dot vector ds is equal to q by epsilon 0. ഗോസസ് ലോ അപ്ലൈ ചെയ്യപ്പെടുന്നത് ഒരു ക്ലോസ്ഡ് സർഫസിലാണ്. സോ ക്ലോസ്ഡ് ഇന്റഗ്രൽ ആണെന്ന് കാണിക്കാനാണ് ഇന്റഗ്രലിന്റെ സിംബൽ ഇട്ടിട്ട് ഇവിടെ ഒരു വട്ടവും കൂടെ വരച്ചിരിക്കുന്നത്. ഈ ക്ലോസ്ഡ് സർഫസ് ഒരു ചാർജിനെയും എൻക്ലോസ് ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ ക്ലോസ്ഡ് സർഫസിലൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകത്തില്ല. ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് 0 ആയിരിക്കും. സോ ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് 0 ഇഫ് നോ ചാർജ് ഈസ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഗോസസ് ലോ അപ്ലൈ ചെയ്യുന്നത് ഒരു ക്ലോസ്ഡ് സർഫസിലാണ്. ആ ക്ലോസ്ഡ് സർഫസിന് ഗോസിയൻ സർഫസ് എന്നാണ് പറയുന്നത്. The surface that we choose for the application of Gauss's law is called Gaussian surface. അടുത്തതായിട്ട് ഗോസസ് ലോയുടെ പ്രൂഫ് പഠിക്കാം. ഗോസസ് ലോ പ്രൂവ് ചെയ്യാൻ വേണ്ടി 6 റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുക. ആ സ്ഫിയർ പ്ലസ് ക്യൂ ചാർജിനെ എൻക്ലോസ് ചെയ്തിരിക്കുന്നതായിട്ട് കരുതുക. ഈ സ്ഫിയറിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈ സ്ഫിയർ എൻക്ലോസ് ചെയ്യുന്ന ചാർജിന്റെ 1/ε0 ടൈംസ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സ്ഫിയർ ആണ്. ഈ സ്ഫിയറിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കുന്നതിന് പകരം ഈ സ്ഫിയറിലെ ഒരു ചെറിയ സർഫസ് ഏരിയ കൺസിഡർ ചെയ്യുക. ആ സർഫസ് ഏരിയയിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഈ സ്ഫിയറിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും. സോ ആദ്യം ഒരു ചെറിയ സർഫസ് ഏരിയ കൺസിഡർ ചെയ്യുക. ഇതാണ് ds. ഈ സർഫസ് ഏരിയയിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. പ്ലസ് ക്യൂ ചാർജ് ആണ് നടുക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. ഈ ds സർഫസ് ഏരിയയിലൂടെ ഈ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്നത്. സോ ds സർഫസ് ആണ് നമ്മൾ എടുത്തത്. ഈ സർഫസിന്റെ ഏരിയ വെക്റ്റർ എന്ന് പറയുന്നത് എപ്പോഴും ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ വെക്റ്റർ ds എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. സോ ds സർഫസ് ഏരിയയിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് d phi ആണ്. സോ d phi യുടെ ഇക്വേഷൻ d phi is equal to വെക്റ്റർ E dot വെക്റ്റർ ds എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ദ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ സ്ഫിയർ കാണാൻ ഈ ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ phi is equal to ഇന്റഗ്രൽ വെക്റ്റർ E dot വെക്റ്റർ ds. Vector A dot vector B is magnitude of vector A into magnitude of vector B into cosine of the angle between them എന്നാണ്. സോ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ E ds cos θ എന്ന് കിട്ടും. ഇവിടെ വെക്ടർ ഇടേണ്ട കാര്യമില്ല, മാഗ്നിറ്റ്യൂഡ് ആണ് എഴുതുന്നത്. വെക്ടർ ഇയും വെക്ടർ dsഉം ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് തീറ്റ 0 ആയിരിക്കും. സോ phi is equal to ഇന്റഗ്രൽ E ds cos 0 എന്ന് കിട്ടും. Cos 0 is 1. So this is equal to
ഇന്റഗ്രൽ ഇ ഡി എസ് എന്ന് കിട്ടും. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഡി എസിനെയാണ്. സോ ഇ ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എസ്. ഇക്കും എസിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ 1/4πε0 Q/r² എന്നാണ്. എസ് എന്ന് പറയുന്നത് സ്പിയറിന്റെ സർഫസ് ഏരിയ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4πr². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ phi is equal to 1/4πε0 Q/r² into 4πr² എന്ന് കിട്ടും. ഈ 4πയും കട്ട് ചെയ്ത് പോകും, r²ഉം കട്ട് ചെയ്ത് പോകും. ബാക്കി നമുക്ക് കിട്ടുന്നത് Q/ε0 എന്നാണ്. ഈ സ്പിയറിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആ സ്പിയർ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജിന്റെ 1/ε0 ടൈംസ് ആണ്. സോ phi is equal to integral vector E dot vector ds is equal to Q/ε0. This is the proof of Gauss's law. Gauss's lawയും ഗോസസ് ലോയുടെ പ്രൂഫും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ്. അത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും മേരീസ് ഫിസിക്സ് ക്ലാസ്സിനെ കുറിച്ച് പറയണം. ഇതൊരു ഫ്രീ യൂട്യൂബ് ക്ലാസ് ആണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.